നമസ്കാരം, വെൽക്കം ടു വിവേക് വ്യൂസ്. തിരുവനന്തപുരം എന്ന നഗരത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. 3 പതിറ്റാണ്ട് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ രൂപരേഖ തയ്യാറായപ്പോൾ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കരുതിയവരാണ് ഭൂരിപക്ഷം പേരും. കാരണം അത്രയ്ക്കുണ്ടായിരുന്നു പദ്ധതിയോടുള്ള എതിർപ്പുകൾ. ഇതിനെ എതിർത്തവരിൽ രാജ്യാന്തര ശക്തികൾ വരെ ഉണ്ടായിരുന്നു എന്നത് ഇന്നൊരു രഹസ്യമല്ല, പരസ്യമായ രഹസ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് സാധ്യമാവുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നടന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരൻ, കെ നായനാർ, കെ ആന്റണി, എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, പിന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാഘവൻ മുതൽ ഇന്നത്തെ മന്ത്രിയായ തുറമുഖ വകുപ്പ് മന്ത്രിയായ എൻ വാസവൻ, പിന്നെ കേന്ദ്രത്തിലെ അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ മന്ത്രിസഭ, ഇപ്പോഴത്തെ മോദി സർക്കാർ, ഇവർക്കെല്ലാം ഈ പദ്ധതിയിൽ ഏറിയും കുറഞ്ഞുമൊക്കെ ഉള്ള പങ്കുകളുണ്ട്. ഇതൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, ഈ പദ്ധതിയെ എതിർത്തവർക്ക് പോലും അതിനകത്തുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എതിർപ്പുകൾ ശക്തമായപ്പോഴാണ് ഇത് നടത്തിയെടുക്കണമുള്ള ഇച്ഛാശക്തി അത് ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഒക്കെ വരാൻ കാരണം ഈ എതിർത്തവരാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2015 ഈ പദ്ധതിയിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചത്. കാരണം അന്നാണ് അദാനിയുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ കഴിയുന്നത്. ശേഷം 2016 വന്ന പിണറായി സർക്കാരാണ് പണികൾ തുടങ്ങുന്നതും ഇപ്പോൾ പണികൾ അവസാനിപ്പിക്കാൻ സാധിച്ചതും പിണറായി സർക്കാരിന് തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു, തീര ശോഷണം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പാറക്കൽ ക്ഷാമം നേരിട്ടു, അതിനിടയിൽ ഒരു പ്രളയം വന്നു, ഓക്കി വന്നു, ശേഷം കോവിഡ് വന്നു. അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങളാണ് ഇതിനിടയിലൊക്കെ സംഭവിച്ചത്. നിർമ്മാണം തുടങ്ങി 8 വർഷത്തിന് ശേഷമാണ് തുറമുഖം ഉദ്ഘാടനത്തിന് സജ്ജമായത്. തുറമുഖവുമായിട്ട് അനുബന്ധമായിട്ട് കൂറ്റൻ കപ്പൽ നിർമ്മാണശാല, നാവികസേനയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, അന്യരാജ്യങ്ങളിൽ നിന്നുള്ള തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ, ഇതൊന്നും നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് അനുബന്ധമായിട്ട് വരാതിരിക്കത്തില്ല. തുറമുഖത്തിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷവുമായും ഒക്കെ കിട്ടാൻ പോകുന്ന നികുതി വരുമാനം നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ പരിഹരിക്കാൻ പോകുന്നതായിരിക്കും. മാത്രമല്ല 10,000-ങ്ങൾക്ക് ഇതുവഴി ജോലി കിട്ടും. തുറമുഖവുമായി ബന്ധപ്പെട്ട് ഓരോ നിർമ്മാണ ഘട്ടങ്ങൾ കഴിയുമ്പോഴനുസരിച്ച് ഒരുപാട് അനുബന്ധ വികസന പദ്ധതികളാണ് സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ കാലതാമസം ഇല്ലാതെ നടത്തിയെടുക്കാനാണ് ഇനി ഭരണതലത്തിൽ നിന്നൊരു ശ്രമം ഉണ്ടാവേണ്ടത്. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിനൊപ്പം ജില്ലയിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം എന്നിവയെല്ലാമാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതികൾക്ക് പിന്നിൽ. തുറമുഖ നിവാസികൾ നടത്തുന്ന സമരങ്ങളെ അല്ലെങ്കിൽ നടത്തിയ സമരങ്ങളെ വികസന വിരുദ്ധ സമരങ്ങളായി മുദ്രകുത്താൻ ഈ അവസരത്തിൽ ആരും മുന്നോട്ട് വരരുത്. കാരണം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, പാർപ്പിടം, കുടിവെള്ളം, മത്സ്യബന്ധനം, ഇതൊക്കെ നടത്തിയെടുക്കാൻ സർക്കാർ തലത്തിൽ ഒരു ശ്രമം വീണ്ടും നടത്തണം. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകണം. അതിലൊരു ഉദാസീനത വിചാരിക്കുകയേ അരുത്. തുറമുഖ നിവാസികൾ നടത്തിയ സമരങ്ങളെ വികസന വിരുദ്ധ സമരങ്ങളായി മുദ്രകുത്താൻ ഈ അവസരത്തിൽ ആരും മുന്നോട്ട് വരരുത്. അവരുടെ ന്യായമായ ആവശ്യങ്ങളായ കുടിവെള്ളം, പാർപ്പിടം, മത്സ്യബന്ധനം, ഇതെല്ലാം നേടിയെടുത്തു കൊടുക്കാനായിട്ട്, നടത്തി കൊടുക്കാനായിട്ട് സർക്കാർ എക്സ്ട്രാ ഒരു മുൻകൈ എടുക്കേണ്ടത് തന്നെയാണ് ഇതിനകത്ത്. പിന്നെ അതുമാത്രമല്ല, വിഴിഞ്ഞത്തെ ജോലികൾ, ആ വേക്കൻസികളിലും വിഴിഞ്ഞം നിവാസികൾക്ക് തന്നെ മുൻഗണന കൊടുക്കണം. മലയാളികളുടെ വരും തലമുറകളെ പോലും പരിപോഷിപ്പിക്കുവാൻ ഉതകുന്ന ഈ ചിരകാല സ്വപ്നത്തിൻ്റെ സാഫല്യം പങ്കുവയ്ക്കുന്ന അഭിമാന നിമിഷത്തിൽ നമുക്കും ആഹ്ലാദപൂർവ്വം ഭാഗവാക്കാവാം.